ஹலோ கேஸ், வெல்கம் டு தமிழ் பசங்க ரியாக்ஷன். ஸோ இங்கே நம்ம பார்த்தீங்கன்னா லாஸ்ட் வீக் பார்த்த மாதிரி தான் ரொம்ப நாளாக நம்ம சேனலில் நிறைய பேர் கேட்டிருக்கீங்க. அண்ட் ஆல்சோ இதுக்கும் வந்து ஒரு மிக்சடான கமெண்ட்ஸும் வந்திருக்கு. ஆனால் வந்து நம்ம அதெல்லாம் கண்டுக்க போகிறது இல்லை, ஏன்னா நம்ம ஆல்ரெடி ஹிருதயம்லேயே பார்த்துட்டோம். நல்ல மூவிடா அது. இல்லை அதுக்கு ஜஸ்டிஃபிகேஷன் வேறு வந்து சொன்னாங்க பத்தியா, நீங்கள் வந்து அந்த அஜகஜாந்திரம் வந்து படம் பிடிக்கல நீங்கள்ல, அது எங்களுக்கு பிடிச்சிருந்தது, அது உங்களுக்கு கிரிஞ்சு, எங்களுக்கு இது கிரிஞ்சு அப்படின்னு. எவ்வளோ படம் பார்க்குறோம், எங்களுக்கு இன்னும் அந்த படத்துக்கும் எங்களுக்கு விரோதமான. ஸோ இன்றைக்கும் வந்து அதே மாதிரி வந்து இந்த படத்தை நிறைய பேர் சொல்லியிருந்தாங்க. அந்த மாதிரி ஒரு படம் தான். படம் பேர் சூப்பர் சரண்யா. இந்த படத்தோட டைரக்டர் படம் நம்ம ஆல்ரெடி 2 பார்த்துருக்கோம். 2 படம் பார்த்துருக்கோம். ஒன்று வந்து பிரேமலு, இன்னொன்று வந்து தண்ணீர் மதன் தினங்கள். டைரக்டர் வந்து கிரீஷ் ஏடி. ஸோ இந்த படத்தோட காஸ்டிங் அனஸ்வரா ராஜன், அர்ஜுன் அசோகன், மமிதா பைஜு. பிரேமலு பாருங்க, ஃபர்ஸ்ட் சூப்பர் சரண்யா பாருங்க. மமிதா பைஜு நேஷனலும் இருக்கு, நேஷனல் கேக் அப்புறம் இருக்காரு. இருக்காங்க. என்னடா இவ்வளோ இன்னும் நிறைய பேர் இருக்காங்க. ஆனால் இந்த 4 பேருமே நம்மளுக்கு தெரியும். ஒரே ஒரு இது பார்த்துட்டேன், நானும் பார்த்துட்டேன். இது வந்து ஒரு காமெடி ஃபிலிம் அப்படின்ற மாதிரி போட்டிருக்காரு. ஸோ ஆன்லைனில் வந்து பார்க்க வேணாம். மேபி இந்த மாதிரி ஜானர்லாம் வந்து சிம்பிள் லைன் தான் இருக்கும். அவனுக்கு என்டர்டைன்மெண்ட்டு ப்ரெசன்டேஷன் வந்து ரொம்ப ஃபன்னாக இருக்கும். ஸோ இது அந்த படத்தோட காஸ்டிங் ஜானர் எல்லாமே. ஸோ அதுக்கப்புறம் நம்ம சூப்பர் சரண்யா ரியாக்ஷன் போகலாம். നിന്റെ വീട്ടിൽ പശു ഉണ്ടോന്നാണ് എൻ്റെ ചോദ്യം. ഉണ്ടായിരുന്നു, പിന്നീട് വിറ്റു. പശുവിനെ കറക്കാൻ അറിയൂടി? കറക്കണ കണ്ടിട്ടുണ്ട്. എന്നാലേ ഇതാ പശു, ഇതിനൊന്ന് കറങ്ങാണിച്ചേ. അത് തന്നെ. എന്ത് വാ ഇത്, ഒന്നും കഴിച്ചിട്ടിയോ? അവിടെ ഉള്ളേ കഴുകണോ? ആ വേണം. ഓ സൗണ്ട് എഫക്റ്റ് ഞങ്ങളുടെ ആയിരിക്കൂലേ? നിന്ന നിൽപ്പിൽ ഭൂമി പിളർന്ന് താഴോട്ട് പോരുന്നു തോന്നിയിട്ടുണ്ടോ? അങ്ങനെ പുരാണത്തിൽ ആരോ പോയിട്ടുണ്ടല്ലോ, പാഞ്ചാലിയോ സീതയോ അങ്ങനെ ആരാണ്ട്. ഇന്ന് കരയരുത് വിചാരിച്ചാണ് എല്ലാ ദിവസവും എണീക്കുന്നത്. किती वेळ सांगू तुला, समजा क्या? पागल आदमी. हाँ फोन रख. അവള് സീനിയേഴ്സ് പിടിച്ചൊന്ന് മാറ്റിയിടി. മാറ്റാ എന്റെ പൊന്നും പറഞ്ഞിട്ട് നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടോ മലയാളം അറിയാൻ പാടില്ല, പറയാൻ പോരുന്നു. പോ ബാവല. നിനക്കൊന്നും മര്യാദക്ക് രാഗ്യം കിട്ടിയിട്ടില്ല മോളൂസേ. ഞാൻ അബദ്ധ വെച്ച ഒരു ഇംഗ്ലീഷ് വേർഡ് പറഞ്ഞു പോയി. ആ നോക്കിക്കാണ് എന്നോട് ചോദിച്ചത്. അവളോട് പറഞ്ഞാലാ വേഗം ചെല്ല്. പോരുമ്പോ ഒരു വെള്ളം കൂടെ എടുത്തിട്ട് പോരുട്ടാ. ഡി മോളെ, ആ നഖം വെട്ടി താഴെട്ടുണ്ടല്ലോ, അടിച്ചിന്റെ തലമണ്ട പൊട്ടിക്ക് ഞാൻ. ഒന്ന് പോയേ ബാവല. തമ്പരാട്ടിയോടെ ഉണ്ടായിരുന്നോ? ഡേ നീ നവ്യ ചേച്ചനെ കാണാൻ പോണല്ലേ, നാറ്റം കിട്ടി. ചെല്ലി ചെല്ലി. വീട്ടിൽ പോയാ മതി പണ്ടാരം. എടി ശരണ്യെ, നാളെ നമ്മുടെ അജിത്ത് മാനേജേട്ടൻ സസ്പെൻഷനൊക്കെ കഴിഞ്ഞ് കോളേജ് ജോയിൻ ചെയ്യാട്ടാ. നിന്റെ അടുത്ത് അങ്ങനെ ഒന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനെന്തിനാണ് അയാളെ കാണുന്നത്? പുള്ളി കാണണം തുടങ്ങിയാൽ കാണണം. ഫുട്ബോൾ ചാമ്പ്യൻ, യൂണിവേഴ്സിറ്റി ടോപ്പർ, കലാമണ്ഡലം, കലാതിലകം, ഗസൽ ഗായകൻ. പക്ഷെ ആങ്കർ മാനേജ്മെന്റ് മാത്രം 0. ഇങ്ങോട്ട് വന്ന 13 പ്രപ്പോസലുകൾ പുഷ്പം പോലെ തട്ടിത്തെറിപ്പിച്ച മനുഷ്യനാണ്. എന്തിന്? പുള്ളിക്ക് സ്പാർക്ക് കിട്ടിയില്ല. നീ പോയി കാണ്ടി. അതിന് എന്നെ വിളിക്കണ്ടേ? എടുക്കണം. ഇത് കഷ്ടമാണ്. സംഗീത്, സനോവർ, ശരണ്യ. അജിത്ത് മേനോനെ പേടിച്ച് വീട്ടിൽ പോയി. ശരണ്യ ആബ്സെന്റ്. പാട പറ്റിയാ? എന്താണ് എവിടെ നോക്കിട്ടാണ് ഉണ്ണി ഇരിക്കണേ? സ്ഥലമെത്തിയ പറയാറിയില്ല. ഏട്ടാ ആളിറങ്ങാണ്ട് ഒന്ന് ചവിട്ടി കൊടുക്കേ. പോട്ടെ വണ്ടി. എനിക്കൊന്നും അതിനോടൊരു പാങ്ങുണ്ടായിട്ടില്ല, അതാ ഞാൻ ഈ കിടന്ന ചീരഴിയണത്. പഠിക്കില്ല പറഞ്ഞ ഞാൻ. അമ്മയടുത്ത് ഇത്രാവശ്യം പറയണം. അവിടെ ഒരു സുഖമില്ല. മണ്ട കാഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. ഇവിടെ ഉള്ളവർക്കെല്ലാം കുറെ സ്പെഷ്യൽ അല്ലേ? നിനക്ക് കിട്ടുന്ന ശമ്പളേ ഈ കയ്യിൽ വാങ്ങിക്കുന്നുണ്ട്.
മരിക്കുന്നതിന് മുമ്പ്. അമ്മക്ക് എന്നെ തരാം, വേറെ ആരും കൊടുക്കൂല. ആ എപ്പോ വന്നു നീ? കുറച്ചു നേരം. പോസ്റ്റ് ഓഫീസിനോട് പോയിട്ട് ഇറങ്ങിയത്? നീ ബാഗും തൂക്കി നടന്നു വരുന്നുണ്ട് പറഞ്ഞിരിക്കൂ. ഞാൻ സ്റ്റോപ്പ് എത്തി അറിഞ്ഞില്ല, അവിടെ ഇറങ്ങി. സ്വപ്നം കണ്ടല്ലേ നടക്കണേ, പിന്നെ എങ്ങനെ അറിയും? എന്താ വന്നപാട് അവിടെ തന്നെ ഇരുന്നത്? ഡ്രസ്സ് മാറ്റ്. നിങ്ങൾ ഇന്നലെ വാങ്ങിയില്ലേ ഈ കിഴങ്ങ്? അവിടെ ഇരുന്നോട്ടെ, അത് ഓടിപ്പോന്നില്ലോ. മൂവന്തി നേരത്തെ ഉമ്മറപ്പടിയാൽ ഇരിക്കല്ലേ നീ? ഇതാണോ മൂവന്തി? ഈ നേരത്തെ എന്താ ഇത്ര സ്പെഷ്യലി? ഈ വീട്ടിൽ ആകെ ഇരിക്കാൻ സുഖമുള്ള ഒരു സ്ഥലം ഇതാണ്. അമ്മയ്ക്ക് പ്രാന്തണ്ട എന്നോട് സംസാരിക്കാൻ പോവാൻ. தண்ணீர் மத்தன் பத்தி தெரியல. ഈ തുമ്പിച്ചെടിക്ക് വാടി പോയല്ല. பட் இதுல இன்னசென்ஸ் കശക്കമ്മേട്ടാ അവള് ചിന്നത് സാപ്പിട്ടാ പക്കത്തില്ലേ അവള് പുസ്തകം. എന്റെ ചുരിദാർ എന്റെ ജാക്കറ്റും തയ്ച്ചു വെച്ചിട്ടുണ്ടെന്ന്. നീ പോയിട്ട് വാങ്ങിട്ട് വാ. ഞാനാ? അല്ല, ഞാൻ ആ തള്ളേനെ വിടാ. അതല്ല ഐഡിയ ആണ്. ഞാൻ പോകുന്നില്ല. ഗ്രൗണ്ടിലായി പിള്ളേരൊക്കെ ഉണ്ടാവും. ഓ, അവരൊക്കെ നിന്നെ പിടിച്ചങ്ങ് തിന്നും. അതിന്റെ ഇടയിൽ കൂടി എനിക്ക് പോകാനൊന്നും വയ്യ. ഞാൻ പോവാറുണ്ടല്ലോ. അമ്മേനെ പോലെ അല്ല ഞാൻ കാണാൻ കുറച്ച് അന്തമുണ്ട്. ഇവളാരാണ്? ഇവളുടെ അറിയില്ലേ? നമ്മുടെ പഞ്ചായത്തിലെ വാസോട്ട മോള് സൂപ്പർ ശരണ്യ. അതിന് ഇവള് മാത്രം തീരുമാനിച്ചാൽ മതി സൂപ്പർ ശരണ്യാണെന്ന്. അതൊക്കെ വേറെ കഥയാണ്. ഞങ്ങൾക്ക് പറഞ്ഞു കളിയോ. ആ അത് ശരിയാക്കാം. ആ കുഴപ്പമില്ല. എന്നാ മോളെ കുട്ടിയെ, നേരത്തെ തരാനുള്ള ഒരു 50 രൂപ എടുത്തിട്ടുണ്ടെന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞേക്കണേ. ആ ചേച്ചി ശരിയാക്കി തരാം. പക്ഷെ തിങ്കളാഴ്ചക്കൊന്നും നടക്കില്ല കുട്ടി. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഗ്രൗണ്ട് കൂടി അല്ലാതെ വേറെ വഴിയുണ്ടാ? ഗ്രൗണ്ട് ഒഴിവാക്കി പോണെങ്കിൽ ഇപ്പോ പറക്കേണ്ടി വരും. പറ്റോ? വേണ്ട. ഉണ്ടല്ലോ. ഹോസ്പിറ്റലിൽ പോണോ? കാർ ഓടിക്കണോ? എന്തെങ്കിലും പറ. മിണ്ടാ വയ്യേ. പോയി വെള്ളം എടുത്തിട്ടോടാ. പോടാ. അച്ഛനെ വിളിക്കണോ? ശ്വാസം വേണ്ടി വരുമോ? അച്ഛൻ വന്നിട്ട് പോയ പോരാ. വെള്ളം കുടിച്ചിട്ട് പോവാലോ. എടി, നിന്നെ അന്വേഷിച്ച് അജിത് മേനോൻ വന്നിട്ടുണ്ടായിരുന്നു 2 പ്രാവശ്യം. എന്നിട്ട് ഞങ്ങളെ നീ പനി പിടിച്ച് നാട്ടിൽ പോയെന്ന് പറഞ്ഞു. ഇന്ന് ഉച്ചയ്ക്ക് ഒരു വിസിറ്റിന് ചാൻസ് ഉണ്ട്. ചുരുക്കി പറഞ്ഞ ആസ് യു നോ ലൈക്ക് ചാർജസ് റിപ്പൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് അട്രാക്ട്. നിങ്ങളെല്ലാവരും ഇത് പ്ലസ് 2 പഠിച്ചിട്ടുള്ളതാണ്. ഞാൻ ചുമ്മാ റിവേഴ്സ് ചെയ്യാൻ പറഞ്ഞു എന്നുള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എനി ഡൗട്ട്സ് ഉണ്ടോ? ചെയ്തോ ശരണ്യ? ശരണ്യക്കെല്ലാം ക്ലിയർ ആയോ? PN ജംഗ്ഷൻ ഡയോഡിൽ ഫോർവേഡ് ബയാസിൽ പോസിറ്റീവിനോടും നെഗറ്റീവിനോടാണ് കണക്ട് ചെയ്യുക. സാർ ഒരു മിനിറ്റ്. എടാ നീ എന്തിനാ പുള്ളിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തണേ? പുള്ളി അവിടെ എങ്ങനെ തൂങ്ങിക്കട്ടെ. നമ്മളും കാശ് കൊടുക്കണല്ലേടാ കുറച്ചുകൂടി. ആ സമയത്ത് ഡൗട്ട് അത് ഒന്ന് 1 മിനിറ്റ് എന്റെ ചങ്ങാതി. നീ കൂടി ഒന്ന് വിളിക്ക്, അല്ലെങ്കിൽ അയാൾ വരൂല. സാറേ ഇവനും ഡൗട്ട് ഉണ്ട്. ഒന്ന് പുള്ളി കണ്ണെഴുതിയിട്ടുണ്ട്. ആടി നീ ശരിക്കും നോക്കിയേ, പുള്ളി നൈസായിട്ട് എന്താ നിന്റെ ഡൗട്ട് ഉണ്ടായിരുന്നു സാറ് ഇവിടെ എത്തിയപ്പോ ക്ലിയർ ആയില്ലേ? ഇവന്റെ നിന്റെയോ? ഏകദേശം ക്ലിയർ ആയി. ഓവർ സ്മാർട്ട് ആവണമെന്ന് എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇത്രയ്ക്ക് അങ്ങ് ഓവർ ആവരുത്. അജിത് മേനോനാ? ഹായ് അജിത് ഏട്ടൻ. അർജുൻ റെഡി. എന്തായി ശരണ പനി അറിയോ? മാറി കൊണ്ടുവന്നല്ലേ? കഴിച്ചോളാം. അല്ല കഴിപ്പിച്ചോളാം. എന്താണ് സ്പെഷ്യൽ?
ചാള വറുത്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ കഴിക്കാറില്ല, അതുകൊണ്ട് വീട്ടിൽ കയറ്റാറില്ല. പക്ഷെ ഞാനിടയ്ക്ക് പുറന്ന് കഴിക്കും. ശരണയുടെ ചാള ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യട്ടെ. കൊള്ളാം. ആ കുരുമുളകിന്റെ ലേശം കുത്തുണെന്ന് ചോദിച്ചാൽ ഇറ്റ് ജസ്റ്റ് സൂപ്പർ. ജിമിച്ചേട്ടാ എവിടെയൊക്കെ രണ്ടര കൊടുക്കട്ടാ. ബാക്കി ശരണ കഴിക്കും. എന്താ ചേട്ടന് ഞാൻ കഴിച്ചെന്റെ ബാക്കി കഴിക്കില്ല എന്നുണ്ടോ? പിന്നെന്താ ചേട്ടനെ കഴിക്കായിരുന്നേ? നിന്നെ ദൈവം കെട്ടിക്കോളും. കെട്ടില്ലടാ, വൈനാട്ട് കെട്ടിക്കോളാം. ശരണ്യ ഇത് കഴിക്കാതെ ഇവിടുന്ന് ആരും പോകുന്നില്ല. കഴിക്കായിരുന്നേ? ആ കഴിക്കേ. ചേട്ടൻ പറഞ്ഞ കേക്ക് എത്ര മണി കഴിക്കേ കഴിക്കങ്ങട്. ആ അടിപൊളി അടിപൊളി അടിപൊളി. ഞാൻ പിന്നെ വരാം. സ്പാർക്കിൽ ടേക്ക് കെയർ ഓഫ് ഹർ. കേട്ടടാ? കേട്ടു. ജിമ്മി എന്തോ സർക്യൂട്ട് ഡയഗ്രാം. അയ്യോ உண்மையிலே ரொம்ப വാര വാരം വീട്ടിൽ പോയിട്ട് വന്നത്. കഴിക്കാൻ പോ. ഞാനൊന്നുമില്ല. ആ ക്യാൻറ്റീനിൽ ഒരു നവ്യ ടീമൊക്കെ ഉണ്ടാവും. നീ ഇതേ അങ്ങോട്ട് നോക്കിയേ. അതിനോട് 24 മണിക്കൂർ സീനിയേഴ്സ് അങ്ങനെ ഇരിക്കണം പറഞ്ഞേക്കണത്. എന്നിട്ട് അത് കൂളായിട്ടിരിക്കുന്നുണ്ടല്ലോ. ഏറ്റുവാ அடிக்கடி வீட்டுக்கு போயிடுது. அதான் வீக்லி வீக்லி போயிடுது பொழுது. ஓ നിങ്ങളെന്താ ഇവിടെ? നിന്നോടൊക്കെ ഇവിടെ വരണമെന്ന് പറഞ്ഞിട്ടില്ലേ? അത് പിന്നെ ചേച്ചി ഇവിടെ നിന്നാ പാവറട്ടി പള്ളിയാണെന്ന് ആരോ പറഞ്ഞു. ആടി ഇവിടെ എന്നാ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാം. നീ എന്താ ആക്കണ? അല്ല ചേച്ചി ശരിക്കും ചിരി വന്നിട്ട് ചിരിച്ചതായിരിക്കും. ആ പോ പൊക്കോ പൊക്കോ. മൊട്ട സീനിയറാണ്. കൊച്ചി മെട്രോ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ദയവായി യാത്രക്കിടയിൽ പോക്കറ്റ് അടി സൂക്ഷിക്കുക. ശുഭയാത്ര. ഈ അനൗൺസ്മെന്റ് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നല്ലോ. ആ നിങ്ങളൊക്കെ കയറിയോണ്ട് പുതുതായിട്ടിട്ടായിരിക്കും. വന്ന് വന്ന് മെട്രോ ഒക്കെ KSRTC ബസ് പോലെ. എന്നിട്ട് CSA ചർച്ച് എന്നാണല്ലോ എഴുതി വെച്ചേക്കണേ. അവിടെ അതെ CSA ചർച്ചാണ്, എന്നാ സിനഗോഗുമാണ്. തലോടി. ഇതാണ് ബിഗ് ബി ഷൂട്ട് ചെയ്ത വീട്. എനിക്കറിയാം. അത് അമ്പലല്ല, മ്യൂസിയം ആണ്. എനിക്കിനി നടക്കാൻ വയ്യ. ഇത് കുറെ സമയായില്ല. നമുക്ക് ഇവിടെ എങ്ങനെ ഒരു ഫുഡ് കഴിച്ചാലോ? അയ്യേ ഇവിടെ ഒന്നും വേണ്ട. എനിക്കൊരു അടിപൊളി ഇക്കാൻ്റെ അറിയാം. അവിടെ കയറാം. വാ എന്നെ ഫുഡ് കിട്ടുന്ന സ്ഥലത്ത് കൊണ്ടുപോകൂ. ഫുഡ് എന്താണ് പച്ചക്കുതിരല്ലേ ദിലീപ? നീ എന്താ കന്യാമറിയോ? ഇതാണോ സൂപ്പർ ബിരിയാണി? എന്നിട്ട് രസൂലല്ല അലമ്പ്. ശത്രുക്കൾക്ക് പോലും ഇതുപോലെ ഫുഡ് വാങ്ങിച്ചു കൊടുക്കരുത് കേട്ടോ സോനാരെ. ഇങ്ങനെ വരാത്താണല്ലോ. ഇവിടെ മേലെ കയറണ്ട. ഞങ്ങളാരും ഇനി മേലെ കയറത്തില്ല. നീ മേലെ കയറിപ്പോ. നിനക്ക് ഏതാണ്ട് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള കടയുണ്ട്. മാങ്ങ. അപ്പൊ കാര്യം പറയാം. പറയൊന്നും വേണ്ട. ഒന്ന് കഴിച്ചിട്ട് പോവാ. ഞാൻ പറയും. ഇപ്പൊ വരും ഇപ്പൊ വരും. ഫുഡൊക്കെ ഓക്കെ അല്ലേ? വയറിറച്ച് കഴിക്കണം. എന്തുണ്ടെങ്കിലും തുറന്നു പറയണം കേട്ടോ. കഴിച്ചോ. ഇക്ക ചോദിച്ച സ്ഥിതിക്ക് ഒരു കാര്യം പറയാം. ബിരിയാണി വന്നലമ്പാണ്. ചിക്കൻ നല്ല ജ്യൂസി ആണല്ലോ. റൈസ് ഒക്കെ വിട്ട് കിടക്കുന്നുണ്ട്. അടിപൊളിയല്ലേ? പിന്നെ വായില് വെക്കാൻ കൊള്ളൂല. അതെ ഇവിടുത്തെ ഷെഫ് ലീവാ. അവന്റെ കല്യാണം പുതിയ പഴവനായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. കഴിച്ചോ കഴിച്ചോ കഴിച്ചോ. കേട്ടിക്കോ.
നീ തന്നെ ചുമ്മാ ഹോട്ടലിൽ വെച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ പോയെ മനുഷ്യൻ ടെൻഷൻ അടിപ്പിക്കാനായിട്ട്. കാശ് കൊടുത്തിട്ടല്ലേ ഊള ഫുഡും മര്യാദ ഞാൻ പറഞ്ഞ ഹോട്ടലിൽ എങ്ങനെ കയറിയാൽ മതി. അവിടെ കയറുന്നെങ്കിൽ മോളെ ബാത്റൂമിൽ തന്നെ അവിടെ ഉറങ്ങേണ്ട വന്നേനെ. ഓ ഇതിനൊക്കെ സാധാരണ ബാത്റൂമിൽ നടക്കണോ അതോ ഇവിടെ കൊണ്ട് വന്നാലതാണ് ഇത്ര നാളും നല്ല ഫുഡ് കിട്ടിയ സ്ഥലത്ത് ഇപ്പൊ ഊള ഫുഡ് മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. അല്ല ഇപ്പൊ അത് ദഹിക്കാറായില്ലേ പിന്നെ എന്തിനാ പറഞ്ഞോണ്ട് നടക്കണത്? നടക്കങ്ങട്ട് താനെന്ത് പരിപാടിയാണോ കാണിക്കണത്? അല്ല സോറി കണ്ടില്ല. കണ്ടില്ലെന്നാ താനെന്താ മാത്ത് നോക്കി കിടക്കണ? സത്യമായിട്ടും കണ്ടില്ല, സോറി. അല്ലടാ നീ എന്താ എന്റെ കയ്യെ പിടിച്ച് വലിക്കുന്നത്? എന്റെ കയ്യിൽ എന്തെങ്കിലും തന്നേപ്പിച്ചിട്ടുണ്ടോ? അറിയാണ്ട് ഇടിച്ചാണ് ആൾക്കാർ നോക്കുന്നത്. ശരണ്യ നീ ഓരോന്ന് അറിയാണ്ട് പറയരുതട്ടാ. നിങ്ങൾ ഞങ്ങൾ തന്നെ കണ്ടായിരുന്ന? ഞങ്ങൾ അറിയാണ്ട് ഇടിച്ചല്ലേ? അത് ഈ കൊച്ചിനെന്ന് പറഞ്ഞ മനസ്സിലാക്കി കൊടുക്ക്. ഈ കൊച്ചിന് ബുദ്ധിയുണ്ട്. തൃശ്ശൂര് റെയിൽവേ സ്റ്റേഷൻ അങ്കൾ. ഇതിന് തീരുമാനം ഉണ്ടാക്കിട്ട് പോയാ മതി. ബുദ്ധിയില്ലേ വഴി കിടന്ന് തല്ലു പിടിക്കാനായിട്ട്. എന്ത് പോവാൻ നോക്കുവല്ലോ പെണയില് കിടന്നിട്ട്. എന്താടി റിട്ടേൺ പോறேங்க. എടി നീ ചേട്ടനായാലും മീൻ നമ്മളതിനെ എവിടെയോ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. സോറിടി നീ വേറെ മൂഡിലായിരുന്നല്ലേ. റൂമിലെത്തട്ടെ നിന്റെ സകല സംശയം ഞാൻ തീർത്തരാം. അവന്മാര് ചോദിച്ചപ്പോ ഇവള് കറക്റ്റ് സ്ഥലം പറഞ്ഞു കൊടുത്തണ്ടാ. എന്നാ പിന്നെ ഫോൺ നമ്പർ ഇവിടെ കൊടുക്കാറുന്നല്ലോ എനിക്ക്. ഷാഫിയെ 3 പ്ലേറ്റ് പുട്ടും ബീഫും വേഗം വേഗം എടുത്തു പോരെ. മറ്റേ പെൺകൊച്ചു രക്ഷയില്ല കിടു. ഇത് കൊറേ നേരം ആയല്ല, അത്രക്കൊന്നും ഇല്ല. ഏത് കൊച്ച്? ഞാനും കൂടെ അറിയണോണ്ട് വിരോധമുണ്ടോ സാറിന്? മറൈൻ ഡ്രൈവിൽ വെച്ച് പ്രശ്നം ഉണ്ടായില്ലേ? അവളല്ല നമ്മളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചില്ലേ ആ കൊച്ചി. മറ്റവളെന്ത് അലമ്പ് കൊല്ലഷോ. ഇവളെ അടിപൊളി കിടുവല്ലടാ. അത്ര കിടുവൊന്നുമല്ല. എന്റെ അമ്മ അടിപൊളി കൊച്ചി. പിന്നെ ഇവൾക്ക് നമ്മുടെ ശില്പയുടെ നല്ല ചായയില്ലേ? പിന്നെ തേങ്ങയാണ്. ആരെ ശില്പ? ഇവന്റെ പഴയത് മറ്റേ ഒരുമിച്ച് ക്യൂൻമേരിച്ച് പഠിച്ചില്ലേ? ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. എന്തായിരുന്നു പേര്? വരണേ ഓരോ അരിമണിയിലും അത് ലഭിക്കേണ്ട ആളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ടെന്നാണ്. ഇവളെ കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി നിനക്കുള്ള അരിമണിയാണ്. എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ ഇടപെടണേന്ന്? എന്നാലും എന്തായിരുന്നു അവളുടെ പേര്? വെറോണിക്ക. എന്തൊരു പേര്. ഇവളാണ് അവന് കൊല സപ്പോർട്ടും. അവനായിട്ട് എന്തോ മുജ്ജന്മ ബന്ധമുള്ള പോലെ. അവൻ ആരായിട്ടേ? ശരണ്യ ആർ യു ലിസണിംഗ്? ദേവിക ഒരു ചാത്തൻ ഹെഡ്സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഒരു മാസം നിന്നാണ് ரொம்ப മുഖ്യം. ഞാൻ പറഞ്ഞാണ് എന്നോട് നോക്കി എടുക്കാൻ. നീ എന്തിനാ എത്ര ചിരിക്കാനതിന്? ഓരോരോ വിഡ്ഢിത്തരങ്ങൾ കാണിച്ചു വെച്ചിട്ട്. ശരണ്യയുടെ വിഡ്ഢിത്തരങ്ങളെ കടത്തി വെട്ടുന്ന സോനയുടെ ബോൾഡ്നെസ്. എന്റെ പട്ടി പ്രേമിക്കാനെ. എന്നിട്ട് ഹെഡ്സെറ്റ് മേടിച്ചിട്ട് കണ്ടില്ലല്ലോ. നീ ചെക്കനെ വിളിച്ചോണ്ടേ പണ്ടത്തെ പോലെ അടി ഉണ്ടാക്കാണ്ടിരുന്നാ മതി. ഞങ്ങൾ ആരും കിട്ടാറാനാണ്. അതൊക്കെ എത്ര ആളും ഉണ്ടായിരുന്നമ്മേ. ഇത് പിന്നെ പിന്നെ പറഞ്ഞോണ്ടിരിക്കില്ലേ? അമ്മ കമ്പനിയുടെ പേരെന്താന്നറിയോ? കറുമുറു. എങ്ങനെയുണ്ട്? വളരെ വളരെ നന്നായിട്ട്. എല്ലാവരുടെ അറിവിലേക്ക് പറയാം. മോളത്തെ സ്വാതിയുടെ കല്യാണം അവൾ ആദ്യം പോവും. മറ്റേതുങ്ങളൊക്കെ എപ്പോഴാ പോണേന്ന് പറയാൻ പറ്റൂല. கேட்டதில்ல. ഇമാജിൻ பண்ணி பாக்குறாரா? ഡേ ഇതൊക്കെ എപ്പോ തീരുമാനിച്ച ചിപ്സിന്റെ കാര്യമൊക്കെ? അമ്മയ്ക്ക് അറിയില്ല അഭിചേട്ടന്റെ കാര്യം. ഞാൻ പോലും അറിയണത് ഇന്നലെ. അവരവളുടെ പേര് പോലും അറിയാൻ പാടില്ല. ഞാൻ കണ്ടുപിടിച്ചു. എന്ത്? ശരണ്യ. ശരണ്യ? ആ ശരണ്യ വാസുദേവൻ, പ്രൗഡ് GCN, കൊല്ലംകോട് ഇത്രയും പോരെ? ഇതൊക്കെ നിനക്ക് എവിടെ കിട്ടി? ഇൻസ്റ്റാഗ്രാമിൽ നിന്ന്. ഇതൊക്കെ ഭയങ്കര അലമ്പാട്ട ദീപു. എനിക്കൊരു കാര്യം അറിയൂ, ഒരു ദിവസം 10,000 പെണ്ണുങ്ങളെ ഞാൻ കാണുന്നുണ്ട്. 1,00,000 പെൺപിള്ളേര് എന്നെ നോക്കുന്നുണ്ട്. ഞാനിതൊന്നും മൈൻഡ് ചെയ്യാണ്ട് കറുമുറു എന്ന് പറയുന്ന നമ്മുടെ സംരംഭത്തിന് വേണ്ടി രാപ്പകൽ ഓടി നടക്കുമ്പോ നീ വഴി കൂടെ പോണ പെണ്ണുങ്ങളുടെ അഡ്രസ് തപ്പി നടക്കുകയാണല്ലേ. നമ്മുടെ വീടിന്റെ മുകളിൽ താമസിക്കണില്ലേ ലക്ഷ്മി, അവള് മുടി വെട്ടി. ഞാൻ നോക്കിയിട്ടില്ല. നമ്മൾ സംസാരിച്ച അത് ശരി. അപ്പൊ നിങ്ങൾ പറയണ നിങ്ങൾ വേറെ ആരും നോക്കാറില്ലെന്നാണ്. അപ്പൊ എന്റെ പെങ്ങളെ കേട്ട് എങ്ങനെയാണ്? അത് നിനക്കറിയില്ലേ? എനിക്കറിയാം. നിങ്ങൾ ആ മൊബൈൽ കട നടത്തുന്ന സമയത്ത് അവൾ ഒരു സിം വാങ്ങാൻ വന്നു. നിങ്ങൾ അവളെ കാണാൻ വേണ്ടി മനഃപൂർവ്വം അതൊരാഴ്ച ആക്ടിവേറ്റ് ആക്കിയില്ല. അത് ഞാൻ ചെയ്തില്ല. അവള് പിന്നെയും വന്ന് നിങ്ങൾ പരിചയപ്പെട്ട് ലൈനാക്കി. അവളൊരു മണ്ടയാണ് തന്നെ കെട്ടി. ഇതല്ലേ കഥ? എന്താണ് ഒരു കുഴപ്പം? തന്റെ കഥനെ കാട്ടാൻ തന്നിട്ട് എന്റെ അതൊക്കെ ആയിക്കോട്ടെ. ഈ അന്തസ്സുള്ള കഥയും കൊണ്ട് എന്തിനാണ് ഇപ്പൊ എന്റെ അടുത്തേക്ക് വന്നത്? അതെ, ഞാൻ എല്ലാ കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാറില്ലേ. അടിച്ചതൊക്കെ ഇറങ്ങിപ്പോ ഒന്നുകൂടി എടാ. അതെ, ഈ കല്യാണ വീഡിയോ ഒക്കെ ചെയ്യൂലേ, അതിന് ഏകദേശം എത്ര കുറവടാ? ഏകദേശം ഒരെണ്ണിങ്ങനെ സെറ്റ് ആകാനുണ്ട്. പാലക്കാട് നിന്നായിരിക്കും. accept request accept பண்ணச்சா?
அவர் ப்ரொஃபைல் பப்ளிக். എന്താ ഇത്? അത് CPU-ന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണല്ലോ. എടി നീ ഉദ്ദേശിക്കുന്ന സാധനല്ലത്, ഇത് കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ ഒഴിക്കുന്ന ഓയിലാണ്. ദേ നിങ്ങൾ കുടിച്ചോ, പക്ഷെ ഇമാതിരി ഊളത്ര എന്നോട് പറഞ്ഞിട്ടില്ല. തലടിച്ചാൻ പൊടിക്കില്ല. കമ്പ്യൂട്ടർ ആയില്ല. എന്താ എന്റെ പേര്? ശരണി. നിന്റെ സ്മാർട്ട്നെസ് കൊള്ളാം. അല്ല ഞങ്ങൾ ജസ്റ്റ് പരിചയം. താങ്ക് യു സർ. ഇറ്റ്സ് ഓക്കെ. അത് പൗഡർ തന്നെ. അത് ട്രിവാൻഡ്രത്ത് വെച്ചിട്ടാണ്. ബാക്കി കത്തിലുണ്ട് ഡീറ്റെയിൽസ് ഒക്കെ. അപ്പൊ കല്യാണത്തിന് കാണാം. എന്താ പേര്? ചെക്കന്റെ പേര് മാണിക്. നല്ല പേര്. ഇതെന്താണിത്? ഗുരുകുല സമ്പ്രദായോ? അറിവ് പകരും തോറും വളരുന്നല്ലേ സാർ? സ്ത്രീകൾക്ക് മാത്രമുള്ളൂ ഈ പകർച്ച. ഡൗട്ട് ക്ലിയർ ചെയ്യുമ്പോ ഞാൻ ജെൻഡർ വ്യത്യാസം കാണിക്കാറില്ല സാർ. സനോവർ അങ്ങനൊന്നുമില്ല ഏട്ടാ. അന്നാന്ന് എടുക്കുന്ന അന്നാന്ന് പഠിച്ചു പോകുന്നു, അത്രേ ഉള്ളൂ. ഞാൻ സെറ്റ് ചെയ്ത യൂണിവേഴ്സിറ്റി റെക്കോർഡ്സ് എന്റെ മാത്രമാണെന്നൊരു വാശിയുണ്ട് എനിക്ക്. അതത്രേ ഉള്ളൂ ഏട്ടാ. അതില് കൈവെക്കാൻ ഞാൻ ITA പോളിടെക്നിക് 2 വർഷത്തെ ഇൻഫോപാക്കിലെ ജോലി ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നേക്കുന്നത്. മനസ്സിലായോ? സുധി മതി. മുട്ടാൻ നിൽക്കണ്ടാ നീ. വന്നേ നീ. ഇത് കോളേജ് അതോ മെന്റൽ ഹോസ്പിറ്റലാ?